എല്ലാവർക്കും നമസ്കാരം. ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടക്കുന്ന 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കോച്ചിങ് 30 ഡേയ്സ് ചലഞ്ച് ഡേ 1ഉം ഡേ 2ഉം എടുത്തു കഴിഞ്ഞ് ഇനി അടുത്തത് 3-ാം ദിവസത്തെ നമ്മുടെ ഒരു യാത്രയാണ്. ഈ പ്രധാനപ്പെട്ട മാത്തമാറ്റിക്സിലെ കുറച്ച് ട്രിക്കുകളും ഫാസ്റ്റസ്റ്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇവയൊക്കെ വിശദമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ വീഡിയോ വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്ത് കാണാറുള്ള ടോപ്പിക്സ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശതമാനം, പെർസെൻറ്റേജ് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പെർസെൻറ്റേജ് അതെന്താണെന്ന് നോക്കാം. പെർസെൻറ്റേജ് അതിൻ്റെ മലയാളം ശതമാനം. ശതമാനം എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും 100നെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് 5% എന്ന് നമ്മൾ ഇങ്ങനെ എഴുതുന്ന 5% എന്ന് പറഞ്ഞാൽ 5/100, 100ൽ 5, 100ൽ 5, 5% എന്ന് പറഞ്ഞാൽ 100ൽ 5. 20% എന്ന് പറഞ്ഞാൽ 100ൽ 20. 12% എന്ന് പറഞ്ഞാൽ 100ൽ 12. 100ൽ 12 എപ്പോഴും ശതമാനം 100നെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. പലിശ, കൂട്ടുപലിശ, സാധാരണ പലിശ, കൂട്ടുപലിശ അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ ഈ ശതമാനം എന്തുവാന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം. ഇനി നമുക്ക് ഈ ശതമാനം നമുക്ക് നോക്കാം. ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ 20% 20% എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്നുള്ളിടത്ത് ഇൻഡു ചിഹ്നം കൊടുക്കണം. 20% എന്ന് പറഞ്ഞാൽ 20/100 ഇൻറ്റു 20/100. ഇന്ത്യ ശതമാനം 20%ത്തിന്റെ 20% 20/100. ഇന്ത്യ 20% 20/100. അപ്പൊ ഈ 0 0 0 0 കട്ട് ചെയ്തു. 2/2 4/100 വരും. ഇനി 4നെ 100 വെച്ച് ഹരിക്കണമെങ്കിൽ 10 വെച്ച് ഹരിച്ചാൽ ആകെ ഉള്ളിടത്തുനിന്ന് വലത്തുനിന്ന് ഇടത്തോട്ട് ഒരു സ്ഥാനം ദശാംശം പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമേ കാണാം. 10 വെച്ച് ഹരിച്ചാൽ 100 വെച്ച് ഹരിച്ചാൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനങ്ങളാണ്. ദശാംശ രൂപം പോയിന്റ് ഇട്ട് ചെയ്യുന്നത്. 1000 വെച്ച് ഹരിച്ചാൽ ദശാംശം കഴിഞ്ഞ് 3 സ്ഥാനം വേണം. ഇവിടെ 100 വെച്ചായിരിക്കണം. 4/100. അപ്പൊ 4 എന്ന് പറയുന്നത് ഒരു സംഖ്യയേ ഉള്ളൂ. അപ്പൊ ദശാംശം കഴിഞ്ഞ് 2 സ്ഥാനം വേണം 100 വെച്ചായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് ഈ 4 മാത്രമേ ഉള്ളൂ. 2 സ്ഥാനം വേണം. 2 സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് ഒരു 0 കൂടി ഇട്ട് കൊടുത്തിട്ട് പോയിന്റ് ഇടും. 0.04. അത് എത്ര സംഖ്യ വേണേലും നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. 125 ഡിവൈഡഡ് ബൈ 10. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വെച്ച് ഹരിക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം വേണം. അപ്പൊ ഇവിടെ 325 അപ്പൊ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമാണെങ്കിൽ ഒരു സംഖ്യ മാറ്റി ഇടത്തോട്ട് കുത്തിടുക. 32.5. 32.5. 325/100 ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം. 3.25 ദശാംശ സംഖ്യകള്. ഇനി 325/1000 ആണെങ്കിലോ 1000 ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വേണം. അവിടെ 3 സ്ഥാനം ഉണ്ട്. 325 പോയിന്റ് 325. ഇനി പോയിന്റ് 325 കഴിഞ്ഞ് എത്ര 0 ഇട്ടാലും ആ 0യ്ക്കൊന്നും വാല്യൂ ഇല്ല. ഈ 0 കഴിഞ്ഞ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ. cost price, selling price,
ഗെയിൻ ലോസ്, വാങ്ങിയ വില, വിറ്റ വില, നഷ്ടം, നഷ്ടശതമാനം, ലാഭം, ലാഭശതമാനം. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില. നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉള്ള വിലയാണ് വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ്. ഇനി സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വിറ്റ വില. സാധനം വാങ്ങിയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ച് വിൽക്കുമല്ലോ, സെല്ലിംഗ് പ്രൈസ്. അങ്ങനെ നമ്മൾ കച്ചവടം നടത്തുമ്പോൾ ഒരു സാധനം വാങ്ങി കുറേ നാൾ കഴിയുമ്പോൾ അത് വിൽക്കുന്നു. വിറ്റാൽ ലാഭമോ നഷ്ടമോ ഉണ്ടാകും. ഉദാഹരണത്തിന് 5000 രൂപയ്ക്ക് വാങ്ങിയൊരു സാധനം കുറച്ച് നാൾ കഴിയുമ്പോൾ വിറ്റപ്പോൾ എനിക്ക് 4000 രൂപ കിട്ടി. അപ്പം നഷ്ടമാണ്. 5000 രൂപയൊന്നും കുറയുമല്ലേ ഇത്. അപ്പം നഷ്ടം കാണാൻ അങ്ങനെ വരുമ്പോൾ പരിധി ചെറുത് കുറച്ചാൽ വാങ്ങിയ കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ നഷ്ടം കാണാൻ. ലാഭമാണെങ്കിൽ തിരിച്ച്. ഇപ്പൊ സ്വർണം ഞാൻ 10000 രൂപയ്ക്ക് വാങ്ങിയ സ്വർണം കുറച്ച് നാൾ കഴിഞ്ഞ് വിറ്റപ്പോൾ 15000 കിട്ടി. അപ്പൊ ലാഭമാണെങ്കിൽ കൂടുതൽ വിറ്റ വിലയായിരുന്നു. വിറ്റപ്പോൾ കൂടുതൽ ലാഭം കിട്ടി. ലാഭമാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. നഷ്ടം, ലാഭം. ഇനി നഷ്ടശതമാനം, അങ്ങനെ ഒരു ടോപ്പിക്കുണ്ട്. നഷ്ടശതമാനം ചോദിക്കും. എങ്ങനെ കാണും? നഷ്ടശതമാനം സമം കിട്ടിയ നഷ്ടം, എത്ര രൂപയാണോ നഷ്ടം വന്നത്, ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭശതമാനമായാലും നഷ്ടശതമാനമായാലും കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കണക്കാക്കുക. ഇനി ലാഭശതമാനം ഉണ്ടെങ്കിലോ, ലാഭശതമാനം സമം കിട്ടിയ എത്ര രൂപയാണോ ലാഭം, ആ ലാഭ എമൗണ്ട് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നഷ്ടശതമാനമാണെങ്കിൽ നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭശതമാനമാണെങ്കിൽ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക, ഹൃദിസ്ഥമാക്കി വെക്കുക. എക്സ് സാധനങ്ങൾ വാങ്ങുമ്പോൾ, എക്സ് എണ്ണ സാധനങ്ങൾ വാങ്ങുമ്പോൾ വൈ എണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ y/x ഇൻറ്റു 100%. എക്സ് സാധനങ്ങൾ വാങ്ങുമ്പോൾ വൈ സാധനങ്ങളുടെ വില ലാഭമായി ലഭിച്ചാൽ ഇത് ലാഭശതമാനം കാണാൻ y/x ഇൻറ്റു 100. ഈ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് ബൈഹത്താക്കി വെക്കുക. ഒരു ദിവസത്തെ ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ 22 പ്രാവശ്യം ഒന്നിക്കും. ഒന്നിൻ്റെ പുറത്തൊന്നായിട്ട് ഒറ്റ സമയം ഒന്നിക്കുന്നു. ഒരു ക്ലോക്ക്, ഒരു ദിവസത്തെ ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ 22 പ്രാവശ്യം ഒന്നിക്കുന്നു. ഒരു ദിവസത്തെ ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ 22 പ്രാവശ്യം എതിർദിശയിൽ വരുന്നു. ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ 44 പ്രാവശ്യം മട്ടകോണിൽ വരുന്നു. അതായത് മിനിറ്റ് സൂചി, മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് മട്ടകോണം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ഒരു ദിവസം ഒരു ക്ലോക്കിലെ സമയവും അതിൻ്റെ പ്രതിബിംബ സമയവും കാണിക്കുന്ന സമയം, ഒരു ക്ലോക്കിലെ സമയവും അതിൻ്റെ പ്രതിബിംബ സമയവും കാണിക്കുന്ന സമയം 4 പ്രാവശ്യം ഒരേ സമയം കാണിക്കും. ക്ലോക്കിലെ സമയം, പ്രതിബിംബ സമയം, ഇത് 4 പ്രാവശ്യം ഒരേ സമയം കാണിക്കും ഒരു ദിവസത്തിൽ. എക്സ് എണ്ണ സാധനങ്ങൾ വിൽക്കുമ്പോൾ വൈ എണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ y/x ഇൻറ്റു 100%. എക്സ് സാധനങ്ങൾ വിൽക്കുമ്പോൾ, എക്സ് എണ്ണ സാധനങ്ങൾ വിൽക്കുമ്പോൾ വൈ എണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി ലഭിച്ചാൽ, അതെപ്പോഴും ചോദിച്ചു കാണുന്ന ഇതുപോലുള്ള ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ, ഈ ഫോർമുലാസ് നമുക്ക് ഹൃദിസ്ഥമാക്കി വെച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. എക്സ് എണ്ണ സാധനങ്ങൾ വിൽക്കുമ്പോൾ വൈ എണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി ലഭിച്ചാൽ നമുക്ക് ലാഭശതമാനം കാണാൻ y/x ഇൻറ്റു 100%. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം സമം എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ വില ഗുണം 100. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം സമം എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ, അങ്ങനെയുള്ള കേസുകൾ ചോദിക്കാറുണ്ട്. ഇത് മനസ്സിലാക്കി വെച്ചാലേ ചെയ്യാൻ പറ്റൂ. നഷ്ടശതമാനമാണെങ്കിലും അങ്ങനെ തന്നെ, വിറ്റങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100.
എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായിട്ടുള്ള കേസ് ചോദിക്കാറുണ്ട്. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭശതമാനം കാണാൻ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിന്റെ എണ്ണം ഗുണം 100. തിരിച്ച് നഷ്ടമാണെങ്കിൽ എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ നഷ്ടശതമാനം കാണാൻ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിന്റെ എണ്ണം ഗുണം 100. നഷ്ടശതമാനമാണെങ്കിൽ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിന്റെ എണ്ണം ഗുണം 100. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭശതമാനം സമം എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിന്റെ എണ്ണം ഗുണം 100. ലാഭശതമാനം ആയാലും നഷ്ടശതമാനം ആയാലും ഒരേ ഫോർമുലയാണ്. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം സമം എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിന്റെ എണ്ണം ഗുണം 100. നഷ്ടശതമാനം സമം എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിന്റെ എണ്ണം ഗുണം 100. ഇനി ഒരേ വിലയുള്ള എക്സ് സാധനങ്ങൾ എക്സ് എണ്ണം വാങ്ങുമ്പോൾ വൈ എണ്ണം വെറുതെ തരുന്നു. എപ്പോഴും ചോദിച്ച് കാണാനുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണത്. എക്സ് ഒരേ വിലയുള്ള സാധനം എക്സ് എണ്ണം വിൽക്കുമ്പോൾ വൈ എണ്ണം വെറുതെ ലഭിക്കുകയാണെങ്കിൽ കിഴിവ് കാണാൻ, കിഴിവ് എത്ര ശതമാനം അല്ലെ നഷ്ടം എത്ര കിഴിവ് എത്ര ശതമാനം എന്ന് കാണാൻ ചോദിക്കും. അത് ചോദിച്ചാൽ നമ്മൾ എന്താ പറയണ്ടേ? കിഴിവ് സമം വൈ ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു 100%. വൈ എക്സ് ഒരേ വിലയുള്ള എക്സ് സാധനം കേസാ. എക്സ് സാധനം വാങ്ങുമ്പോൾ വൈ എണ്ണം വെറുതെ ലഭിക്കുകയാണെങ്കിൽ കിഴിവ് കാണാൻ എന്ത് ചെയ്താൽ മതി? വൈ ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു 100%. ഇവിടെ രണ്ട് സംഖ്യ, ഇത് PSC ക്വസ്റ്റ്യൻസ് ആണ്. രണ്ട് സംഖ്യകളുടെ തുക 75ഉം അവയുടെ വ്യത്യാസം 20 ആയാൽ ആ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം ഏത്? രണ്ട് PSC ക്വസ്റ്റ്യൻസ് ആണ്. രണ്ട് സംഖ്യകളുടെ തുക 75ഉം അവയുടെ വ്യത്യാസം 20 ആണെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ആ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം, അതായത് സംഖ്യകൾ AB ആണെന്നിരിക്കട്ടെ, അവയുടെ തുക എത്രയാണ്? A + B, അത് 75 തന്നിട്ടുണ്ട്. ഇനി അവയുടെ വ്യത്യാസം തന്നിട്ടുണ്ട് എത്രയാണ്? 20. അതായത് A - B എന്ന് പറയുന്നത് 20 നമുക്ക് സംഖ്യകൾ ഏതൊക്കെയാണ്? എയും ബിയും. അപ്പോൾ സംഖ്യകളുടെ വർഗങ്ങൾ ഏതാ? A² B². ഇതിന്റെ വർഗങ്ങൾ എന്ന് പറയുമ്പോൾ A² B². അവയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ A² - B². ആ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം. സംഖ്യകൾ എയും ബിയും എന്ന് എടുക്കുന്നു. അതിന്റെ A + B അവയുടെ തുക 75 തന്നിട്ടുണ്ട്, വ്യത്യാസം A - B 20 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് നോക്കാം. സംഖ്യകളുടെ വർഗങ്ങൾ. സംഖ്യകളുടെ വർഗങ്ങൾ എന്ന് പറഞ്ഞാൽ A² B² വരും. അവയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ A² - B². കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. A + B ഇൻറ്റു A - B സമം A² - B². ഒരു പ്രധാനപ്പെട്ട സർവ്വസമവാക്യമാണ്, ഹൃദയസ്ഥമാക്കേണ്ടത്. അത് ഹൃദയസ്ഥമാക്കി വെക്കുക. ഇത് ഈ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്താണ്? സംഖ്യകളുടെ വർഗങ്ങൾ ഏതൊക്കെയാണ്? A² B². അവരുടെ വ്യത്യാസം എന്ന് പറയാം A² - B². സർവ്വസമവാക്യം അനുസരിച്ച് എന്താ വരുന്നത്? A + B ഇൻറ്റു A - B. ആ വാക്യം പഠിച്ചിരുന്നാലേ ഇത് ചെയ്യാൻ പറ്റും. സമം A + B എത്ര തന്നിട്ടുണ്ട്? 75 ഗുണം A - B തന്നിട്ടുണ്ട്, അവയുടെ വ്യത്യാസം 20. 5 × 20 1500 വരും. ഓപ്ഷൻ A ആണ്. സംഖ്യകളെ A B എന്ന് എടുക്കുക. സംഖ്യകളുടെ തുക A + B തന്നിട്ടുണ്ട് 70. A - B സംഖ്യകളുടെ വ്യത്യാസം തന്നിട്ടുണ്ട് A - B 20. സംഖ്യകളുടെ തുക 75. A + B 75. നമുക്ക് സംഖ്യകളുടെ വർഗങ്ങൾ എന്ന് പറയുന്നത് എന്ത് കിട്ടും? A² B² ആണ് വർഗങ്ങൾ. അവയുടെ വ്യത്യാസം വെച്ചേക്കുന്നത് A² - B² സമം A + B ഇൻറ്റു A - B. A + B തന്നിട്ടുണ്ട് 75. A - B തന്നിട്ടുണ്ട് 20. 75 × 20 1500 കിട്ടും. ഓപ്ഷൻ A ആണ് ഉത്തരം. ഇനി വേറെ ചോദ്യം നോക്കാം. രണ്ട് സംഖ്യകളുടെ തുക 47ഉം അവയുടെ വ്യത്യാസം 43ഉം ആയാൽ ആ സംഖ്യകളുടെ ഗുണനഫല ഏതാ? എയും ബിയും എടുക്കാം, അല്ലെ X Y എടുക്കാം, ഇഷ്ടമുള്ളവരെടുക്കാം. സംഖ്യകളുടെ തുക A + B എന്ന് പറയുന്ന 47,
രണ്ട് സംഖ്യകളുടെ വ്യത്യാസം തന്നിട്ടുണ്ട്. എ മൈനസ് ബി സമം 43. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാണ് എയും താഴെ കൂട്ടിയത് എയും കൂടെ കൂട്ടുമ്പോൾ 2a, ബിയും മൈനസ് ബിയും കൂടെ ക്യാൻസൽ ആയി പോകും 0 സമം 90 വരും. 2a എന്ന് പറയുന്നത് 90. അപ്പൊ എ എന്ത് കിട്ടും? 2a 90. അപ്പൊ എ എന്ത് കിട്ടും? 90ന്റെ പകുതി 90/2 സമം 45. അപ്പൊ എ കിട്ടിയാൽ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എ എത്ര? 45. എ പ്ലസ് ബി സമം 47. അപ്പൊ 45 പ്ലസ് ബി സമം 47. ബി കാണാൻ 47 ഇനി ഇപ്പുറത്തോണ്ടെന്ന് പറയും -45 സമം 2. എയും കിട്ടി ബിയും കിട്ടി. എ എത്ര? 45. എ 45, ബി 2. നമുക്ക് ആ സംഖ്യകളുടെ ഗുണനമല്ല ചോദിച്ചേക്കുന്നത്. എ ഇൻറ്റു ബി, എയും ബി ആണെന്നൊരു സംഖ്യ. ആ സംഖ്യകളുടെ ഗുണനം എ ഇൻറ്റു ബി സമം 45 ഗുണം ബി എത്ര? 2 സമം 90 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. എ പ്ലസ് ബി തന്നിട്ടുണ്ട്. രണ്ട് സംഖ്യകൾ എ ബി ആണെന്ന് കേട്ട സംഖ്യകൾ. അപ്പൊ എ പ്ലസ് ബി 47. ഈ സംഖ്യകളുടെ വ്യത്യാസം എ മൈനസ് ബി 43. ഈ രണ്ട് ഇക്വേഷനോടെ കൂട്ടുക. ഇത് എയും എയും കൂടെ കൂട്ടുമ്പോൾ 2a. ലൈക്ക് ടൈംസ് കൂട്ടുമ്പോൾ എയും കൂടെ കൂട്ടുന്നത് 3 ടൈംസ് 3a. ബിയും മൈനസ് ബിയും കൂടെ കൂട്ടുമ്പോൾ ക്യാൻസൽ ആയി പോകും 0. എതിർച്ചയാണ് 47, 43, 90. അപ്പൊ 2a 90. അപ്പൊ എ കാണാൻ 90 / 2 45 വരും. 45. അപ്പൊ എയുടെ വില കിട്ടി. ഏതെങ്കിലും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 45 പ്ലസ് ബി, എ പ്ലസ് ബി കൊടുക്കുന്നു. സമം 47. ബി സമം 47 മൈനസ് 45 2 കിട്ടും. അപ്പൊ എയും കിട്ടി ബിയും കിട്ടി. എ 45, ബി 2. അപ്പൊ അവയുടെ ഗുണനഫലം, സംഖ്യകളുടെ ഗുണനഫലം 45 × 2 90 കിട്ടും. ഓപ്ഷൻ സി ആണ്. ഒരു സൈക്കിളിനും സ്കൂട്ടറിനും കൂടെ ആകെ 27,000 രൂപ വിലയുണ്ട്. അപ്പൊ സൈക്കിളിന്റെ വിലയുടെ 8 മടങ്ങാണ് സ്കൂട്ടറിന്റെ വില. ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിന് എക്സ് എന്ന് കൊടുക്കുന്നു. സൈക്കിളിന്റെ വില നമുക്കറിയില്ല. അപ്പൊ സൈക്കിളിന്റെ വിലയുമായിട്ടാണ് സ്കൂട്ടറിന്റെ വില ബന്ധപ്പെടുത്തി പറയുന്നത്. സൈക്കിളിന്റെ വില എക്സ്. അപ്പൊ സ്കൂട്ടറിന്റെ വില എന്ത് വരും? 8 മടങ്ങാണ് സൈക്കിളിന്റെ വിലയുടെ. 8x വരും. ഇത് രണ്ടും കൂടി 27,000 തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് 8x, എക്സും 8xും കൂടി 27,000 ആണ്. എക്സ് 8x എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ 1x, എക്സ് പ്ലസ് 8x എന്ന് പറഞ്ഞാൽ 1x പ്ലസ് 8x സമം 27,000. അതായത് 1x 8x കൂടെ കൂട്ടിയാൽ 9x. ലൈക്ക് ടൈംസ് ആണല്ലോ. 9x സമം 27,000. എക്സ് കാണാൻ 27,000ന്റെ കൂടെ 27,000നെ 9 വെച്ച് ഹരിക്കണം. കൂടെ കിടക്കുന്ന ഇത് ഹരിക്കുമ്പോൾ എക്സിന്റെ വില 3000 കിട്ടി. അപ്പൊ സൈക്കിളിന്റെ വില 3000 ആണ്. നമുക്ക് സ്കൂട്ടറിന്റെ ചോദിച്ചേക്കുന്നത്. സ്കൂട്ടറിന്റെ അങ്ങനെയല്ല, 8x ആണ്. 8 ഗുണം എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. 3000 സമം 24,000. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിന് എക്സ് എന്ന് കൊടുക്കുന്നു. സൈക്കിളിന്റെ വില എക്സ്, സ്കൂട്ടറിന്റെ വില 8 മടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് സൈക്കിളിന്റെ വിലയേക്കാൾ. അപ്പൊ 8x, എക്സും 8xും കൂടെ കൂടുന്ന 27,000 തന്നിട്ടുണ്ട്. അതായത് 1x 8x കൂടെ കൂട്ടുക. 1x 8x കൂട്ടിയ 9xന്റെ വില 27,000. എക്സ് സമം 27,000 / 3000. എക്സ് സൈക്കിളിന്റെ വില. നമുക്ക് ചോദ്യം ചോദിച്ചേക്കുന്നത് സ്കൂട്ടറിന്റെ വില സമം 8x സമം എക്സിന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സൈക്കിളിന്റെ വില 8 ഗുണം 3000 സമം 24,000. ഓപ്ഷൻ ബി ആണ്. ഈ കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കി വെക്കുക. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റ് 6 ഡിഗ്രി തിരിയും. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 1 മിനിറ്റ് 1/2 ഡിഗ്രി തിരിയും. ഒരു മണിക്കൂറിൽ മിനിറ്റ് സൂചി 360 ഡിഗ്രി തിരിയും. ഒരു മണിക്കൂറിൽ മണിക്കൂർ സൂചി 30 ഡിഗ്രി തിരിയും. അതായത് ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റ് 6 ഡിഗ്രി തിരിയും. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 1 മിനിറ്റ് 1/2 ഡിഗ്രി തിരിയും. ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. ഒരു മണിക്കൂറിൽ മിനിറ്റ് സൂചി 360 ഡിഗ്രി തിരിയും. ഒരു മണിക്കൂറിൽ മണിക്കൂർ സൂചി 30 ഡിഗ്രി തിരിയും. ഒരു ഐഡിയ ക്വസ്റ്റ്യൻ നോക്കാം. 4, 5, 2ന്റെ 4, 2 പോസിറ്റീവ് 4, 2, 5ന്റെ ഗുണന വിപരീതം എത്ര? നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ വിഷമിന്നത്തെ വിഷമിന്നാക്കുന്നത് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്ലാസ് കണ്ടാൽ മനസ്സിലാവും. 4, 2, 5 ഇത് മാറ്റാൻ ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 4, 5 കൂടെ ഇത് ക്രോസിന് ഗുണിക്കുക. 4 ഗുണം 5 പ്ലസ് മുകളിലുണ്ടാകുന്ന 2/5. 4 ഗുണം 5 എത്ര? 20 പ്ലസ് 2/5 സമം 22/5.
ഇത് നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ 1 കിട്ടുമ്പോൾ ആ സംഖ്യ മറ്റേ സംഖ്യയുടെ ഗുണനവിപരീതമാണെന്ന് പറയാം. അപ്പൊ 20 പോസിറ്റീവ് 4ഉം 2/5 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തന്നെയാണ്. പോസിറ്റീവിടെ പോസിറ്റീവ് തന്നെയാണ്. ഗുണിക്കുമ്പോൾ 1 കിട്ടണം. ഈ 22/5 നമുക്ക് കിട്ടുക. അതിന്റെ കൂടെ 1 കിട്ടണമെങ്കിൽ അത് നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. ഇത് കട്ടായിട്ട് 1 വരും. അതായത് വിഷമന്യമാക്കുക. ഇത് രണ്ടും കൂടെ ഗുണിക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 5 പ്ലസ് 3/2 ഡിവൈഡഡ് ബൈ 5, അതായത് 20 + 2 22/5. അതിന്റെ ഗുണനവിപരീതം ചോദിച്ചാൽ നേരെ തിരിച്ചിട്ടാൽ മതി. 5/22 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് ഇവിടെ മൈനസ് ആയിരുന്നു ചോദിച്ചെങ്കിൽ നമ്മുടെ ഉത്തരം -1. കാരണം മൈനസും കൂടെ ഗുണിച്ചാൽ അവിടെ 1 കിട്ടാണ്. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ആ പോസിറ്റീവ് തന്നെ എഴുതാം. +5 ഇതിന്റെ നേരെ തിരിച്ചിട്ടാൽ അത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ 1 കിട്ടണം. അതാണ് ഗുണനവിപരീതം. ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണോ 1 കിട്ടുന്നത് അതാണ് അതിന്റെ ഗുണനവിപരീതം. 5/22 പോസിറ്റീവ് 5/22 ഓപ്ഷൻ ഡി. 2/3 വ്യുൽക്രമമാണ് ചോദിച്ചേക്കുന്നത്. വ്യുൽക്രമം ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയാൽ മനസ്സിലാകും. 2ഉം 2/3 നമുക്ക് മാറ്റണം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2ഉം 2/3 എങ്ങനെ മാറ്റുക? ഇത് രണ്ടും കൂടെ ഗുണിക്കുക, ക്രോസ്. 2/3 പ്ലസ് 3ഉണ്ടായിരുന്ന 2/3, അതായത് 6 + 2/3 എന്ന് പറഞ്ഞാൽ 8/3. ഏത് സംഖ്യയുടെ വ്യുൽക്രമം കാണണമെങ്കിൽ അതൊന്ന് തിരിച്ചിട്ടാൽ മതി. 3/8. വ്യുൽക്രമം കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയാൽ മനസ്സിലാക്കണം. PSC ക്വസ്റ്റ്യനാണ്, LGS ക്വസ്റ്റ്യനാണ്. 824/68 ഏറ്റവും ചെറിയ രൂപം ഇത്. 824/68. അതിന് 2 അതിന്റെ ഹാഫ് എഴുതാവില്ല. 2 ഇരട്ട സംഖ്യ ആയതുകൊണ്ട്. അതായത് 824 പകുതി 412/68 പകുതി 34. അപ്പൊ അതിനെ വീണ്ടും ഒന്നും കൂടെ ചെറുതാക്കി നോക്കാം. 512 എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി 206, 34 പകുതി 17. ഇനി അത് ചെറുതാക്കാൻ പറ്റത്തില്ല. ഏറ്റവും ചെറിയ രൂപം എന്ന് പറയുന്നത് 206/17 ഓപ്ഷൻ സി ആണ് ഉത്തരം. ആദ്യം ഇതിന്റെ പകുതി എഴുതി 2 വെച്ച് ഹരിച്ച്, പിന്നെ 2 വെച്ച് ഹരിക്കുക. ഒന്നുകൂടെ ഷോർട്ടാക്കുക. ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോം ഇതാണ്. 206/17 ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈ വീഡിയോ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 2500 തരം വീഡിയോകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോകൾ, LDS, VFA, LBC, ഡിഗ്രി പ്രിലിംസ് എല്ലാം ഉൾപ്പെടെ 2500 കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീഡിയോസ്, തിയറി പോർഷൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ എക്സാം ഹാളിൽ വളരെ സ്പീഡിൽ, കുറച്ച് ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ ഉണ്ട്, സ്പീഡിൽ പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ ഫ്രീ മാർക്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.